കുറേ നാളായിട്ട് വിചാരിക്കുക വീട്ടിൽ തന്നെ ഒരു മുട്ട പപ്സ് ഒന്ന് പരീക്ഷിക്കണമെന്ന്. അങ്ങനെ ഇന്ന് അത് ഉണ്ടാക്കിയിട്ടോ. ആദ്യം സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു. എന്നിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള, ഉപ്പ്, കറിവേപ്പില, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ വീട്ടിൽ മുട്ടക്കറി ഉണ്ടാക്കത്തില്ലേ, അതേ പ്രോസസ്സ് തന്നെയാണ്. എന്നിട്ട് എല്ലാം വഴണ്ടി വരുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഈ ഒരു മസാല ഈ ഒരു പരുവത്തിലാക്കി എടുത്തു. എന്നിട്ട് മുട്ട വേവിച്ച് അത് രണ്ടായിട്ട് മുറിച്ച് വെക്കുക. ഞാൻ ഈ പഫ്സ് പേസ്ട്രി കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഫ്രീസറിൽ വെച്ച് എന്നിട്ട് ഉണ്ടാക്കുന്നതിനൊരു അരമണിക്കൂർ മുമ്പ് ഞാൻ പുറത്ത് വെച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അല്ലാണ്ട് ഒരു മാവ് കുഴച്ച് അങ്ങനെ ഉണ്ടാക്കാൻ എനിക്കറിയില്ല. ആദ്യം ഇതൊന്ന് പരീക്ഷിക്കാമല്ലോ. എന്നിട്ട് ഓരോ പപ്സിൻ്റെ ഷീറ്റ് വെച്ച് അതിലേക്ക് മസാല വെച്ച് മുട്ടയും വെച്ചതിന് ശേഷം ഇതേപോലെ 4 സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് ആ ബീറ്റ് ചെയ്ത മുട്ട എല്ലാ പപ്സിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ പപ്സ് ഒരു ഗോൾഡൻ ബ്രൗൺ ആവണമല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ. എന്നിട്ട് ഞാൻ ഓവനിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റാണ് വെച്ചത്. പക്ഷേ ഒരു 17-18 മിനിറ്റ് ആയപ്പോൾ എനിക്ക് പപ്സ് റെഡിയായി കേട്ടോ. കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കത്തില്ല, അതേപോലത്തെ പപ്സായിരുന്നു. ഇനി പപ്സ് കഴിക്കണം തോന്നിയാൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.